മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു തിരഞ്ഞെടുപ്പ്. എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ചില നെറികെട്ട സംഭവങ്ങളും അരങ്ങേറിയിരുന്നു. തിരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച BJPക്ക് എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത്. ഇപ്പോഴിതാ BJP ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെക്കെതിരെയാണ് ഗുരുതര ആരോപണം ഉയർന്നിരിക്കുന്നത്. വിരാറിലെ ഒരു ഹോട്ടലിൽ നിന്ന് വിനോദ് താവ്ഡെയുടെ നേരെ ബഹുജൻ വികാസ് അഘാഡി പാർട്ടിയിലെ പ്രവർത്തകർ പാഞ്ഞെടുക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലിൽ വിനോദ് താവ്ഡെയുടെ കൈവശം 5 കോടി രൂപ ഉണ്ടായിരുന്നതായാണ് BVA അംഗങ്ങൾ ആരോപിക്കുന്നത്. ഇത് ജനങ്ങളെ പണം നൽകി സ്വാധീനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. പുറത്തുവന്ന ദൃശ്യങ്ങളിൽ BVA അംഗങ്ങൾ താവ്ഡെയുടെ മുഖത്തേക്ക് പണം വലിച്ചെറിയുന്നതുൾപ്പെടെ കാണാം. മഹാരാഷ്ട്രയിൽ പരസ്യ പ്രചരണം അവസാനിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. താവ്ഡെയുടെ നേരെ BVA പ്രവർത്തകർ കടുത്ത പ്രതിഷേധവുമായി പാഞ്ഞെടുത്തത് പലരും ക്യാമറയിൽ പകർത്തിയിരുന്നു. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയുണ്ടായി. ഇവിടെ നിന്ന് BJP നേതാവിനെ സുരക്ഷിതമായി പുറത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തി. വിബന്ദ് ഹോട്ടലിൽ വെച്ച് താവ്ഡെ പ്രാദേശിക BJP നേതാക്കളുമായും BJP സ്ഥാനാർത്ഥി രാജൻ നായിക്കുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. ഇതിനിടയിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നവർക്ക് താവ്ഡെ പണം കൈമാറുന്നത് കണ്ടുവെന്നാണ് BVA അംഗങ്ങൾ ആരോപിക്കുന്നത്. 5 കോടിയോളം രൂപ വിനോദ് താവ്ഡെയുടെ കൈവശം ഉണ്ടായിരുന്നതായും ഡയറിയിൽ കുറിച്ചിട്ട പേരുകൾ നോക്കി പണം വിതരണം ചെയ്യുകയുമായിരുന്നുവെന്നാണ് ആരോപണം. വിനോദ് താവ്ഡെയുടേത് എന്ന BVA അവകാശപ്പെടുന്ന ബാഗിൽ നിന്ന് നോട്ടുകെട്ടുകൾ പ്രവർത്തകർ പുറത്തേക്ക് എടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ബാഗ് തന്റേതല്ലെന്നാണ് താവ്ഡെ ആവർത്തിച്ചു പറയുന്നത്. ഇതിനിടെ വീഡിയോകളും ചിത്രങ്ങളും പകർത്താൻ അടുത്തു നിൽക്കുന്നവരെ BVA പ്രവർത്തകർ അനുവദിക്കുന്നുണ്ട്. പണം വിതരണം ചെയ്യുന്ന സമയം ഹോട്ടലിന്റെ പ്രധാന ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു എന്നാണ് BVA പ്രവർത്തകർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട BJP നേതാവിനെതിരെ കടുത്ത നടപടിയെടുക്കണമെന്നാണ് BVA ഉൾപ്പെടെയുള്ള കക്ഷികളുടെ ആവശ്യം. സംഭവം നടന്ന മേഖലയിൽ ഉൾപ്പെടെ കടുത്ത സ്വാധീനമുള്ള പാർട്ടിയാണ് BVA. വസായി MLA ഹിതേന്ദ്ര താക്കൂറിന്റെ നേതൃത്വത്തിലുള്ള BVAക്ക് മേഖലയിൽ ശക്തമായ സാന്നിധ്യം തന്നെയുണ്ട്. സംഭവം നടന്ന പാൽഘർ ജില്ലയിൽ നിന്ന് 3 MLAമാരാണ് പാർട്ടിക്കുള്ളത്. വസായി, നലസോപാര, ബോയിസർ സീറ്റുകളാണ് ഇവ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആരുടെയും ഒപ്പം നിൽക്കാതെ സ്വതന്ത്രമായാണ് BVA മത്സരിക്കുന്നത്. അതേസമയം BVA ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തന്നെ വിനോദ് താവ്ഡെ നിഷേധിച്ചു. സത്യം എല്ലാവർക്കും അറിയാമെന്നും എങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നുമാണ് താവ്ഡെ ആവശ്യപ്പെട്ടത്. സംഭവത്തിനു പിന്നാലെ വിവാദ വീഡിയോ ശിവസേന UBT വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് ഉൾപ്പെടെ എക്സിൽ പങ്കുവച്ചിരുന്നു.